വെൽക്കം ടു ഫ്രീ ട്യൂബ് ലേണർ. ഇന്ന് നമ്മൾ എക്സസൈസ് 8.1 ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ട്രയാങ്കിൾ എ ബി സി റൈറ്റ് ആംഗിൾ അറ്റ് ബി എ ബി ഈക്വൽസ് 24 സെൻറ്റിമീറ്റർ ബി സി ഈക്വൽസ് 7 സെൻറ്റിമീറ്റർ. ഡിറ്റർമിൻ സൈൻ എ കോസ് എ. ഇതാണ് ഫസ്റ്റ് പാർട്ട്. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഡിറ്റർമിൻ സൈൻ സി കോസ് സി. ഇവിടെ ട്രയാങ്കിൾ എ ബി സി ഈസ് റൈറ്റ് ആംഗിൾ അറ്റ് ബി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ബി ആണ്, ആംഗിൾ ബി ആണ് 90 ഡിഗ്രി എന്ന് പറയുന്നത്. എ ബി 24 സെൻറ്റിമീറ്റർ ആണ്, അതുപോലെ ബി സി 7 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സൈൻ എ കോസ് എ സൈൻ സി കോസ് സി കാണണം. സോ ഫസ്റ്റ് നമ്മൾ എ സി സൈഡ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. പൈതഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് നമുക്ക് എ സി കാണാം. എ സി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ആണ്. കാരണം എ സി ഹൈപ്പോട്ടനസ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ എ സി ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ ബി സ്ക്വയർ, അതായത് 24 സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ, ദാറ്റ് ഈസ് 7 സ്ക്വയർ ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് 576 പ്ലസ് 49. 625 ആണ് കിട്ടുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു 25. സോ 25 സെൻറ്റിമീറ്റർ ആണ് എ സി എന്ന് ലഭിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് സൈൻ എ കോസ് എ കാണാം. സോ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സൈൻ എ കോസ് എ ആണ്. അത് കാണാനായിട്ട് സൈൻ എയുടെ ഫോർമുല എഴുതാം. സൈൻ എ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ ഇതാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് 7 ആണ്. 7 ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ 25 ആണ്. സോ സൈൻ എ 7/25 എന്ന് ലഭിച്ചു. ഇനി അതുപോലെ കോസ് എ കാണാം. കോസ് എ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ആംഗിൾ എയുടെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് 24 ആണ്. ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് 25 ആണ്. സോ കോസ് എ എന്ന് പറയുന്നത് 24 ഡിവൈഡഡ് ബൈ 25 എന്ന് കിട്ടി. സോ ഫസ്റ്റ് പാർട്ട് സൈൻ എയും ഫൈൻഡ് ഔട്ട് ചെയ്തു, കോസ് എയും ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് സൈൻ സി കോസ് സി ആണ് കാണേണ്ടത്. ഇതാണ് ആംഗിൾ സി. ആംഗിൾ സിയുടെ സൈനും കോസും ആണ്. സോ സെക്കൻഡ് പാർട്ട് എഴുതാം. സൈൻ സി എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. സിയുടെ ഓപ്പോസിറ്റ് സൈഡ് 24 ആണ്, ഹൈപ്പോട്ടനസ് 25 ആണ്. സോ സൈൻ സി എന്ന് പറയുന്നത് 24/25 എന്ന് ലഭിച്ചു. അതുപോലെ കോസ് സി എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ് കോസ് സിയുടെ ഫോർമുല. സോ അഡ്ജസൻറ്റ് സൈഡ് ഇവിടെ 7 ആണ്, ഹൈപ്പോട്ടനസ് 25 ആണ്. സോ കോസ് സി ഈസ് ഈക്വൽ ടു 7/25. സോ ഫസ്റ്റ് പാർട്ടിലെ സൈനെയും കോസയും ഫൈൻഡ് ഔട്ട് ചെയ്തു. സെക്കൻഡ് പാർട്ടിൽ സൈൻ സിയും കോസ് സിയും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ 2 എന്ന് പറയുന്നത് ഇൻ ദ ഫിഗർ 8.13 ഫൈൻഡ് ടാൻ പി മൈനസ് കോട്ട് ആർ. ഇതാണ് ഫിഗർ 8.13 എന്ന് പറയുന്നത്. ഇവിടെ Q 90 ഡിഗ്രി ആണ്, അതുപോലെ പി ക്യു എന്ന് പറയുന്നത് 12 ആണ്, പി ആർ എന്ന് പറയുന്നത് 13 ആണ്. നമുക്ക് ടാൻ പി മൈനസ് കോട്ട് ആർ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് ക്യു ആർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഫോർ ദാറ്റ് വി വിൽ യൂസ് പൈതഗോറസ് തിയറം. സോ പൈതഗോറസ് തിയറം പ്രകാരം ക്യു ആർ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 13 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ ആണ്. അതായത് ഹൈപ്പോട്ടനസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ് ബേസ് സ്ക്വയർ എന്ന് പറയുന്നത്. സോ ഈക്വൽസ് 169 ആണ് 13 സ്ക്വയർ മൈനസ് 12 സ്ക്വയർ 144 ആണ്. ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് കിട്ടും. സോ ക്യു ആർ എന്ന് പറയുന്നത് 5 എന്ന് കിട്ടി. നമുക്കിവിടെ 5 എന്ന് എഴുതാം. ഇനി നമുക്ക് ടാൻ പി ഫൈൻഡ് ഔട്ട് ചെയ്യാം. ടാൻ പി എന്ന് പറയുന്നത്
ആംഗിൾ പിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. സോ നമുക്ക് 5/12 എന്ന് ലഭിക്കും. അതുപോലെ ഇനി നമുക്ക് കോട്ട് ആർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതാണ് ആംഗിൾ ആർ. കോട്ട് ആറിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ആംഗിൾ ആറിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ്. സോ 5/12 ആയിരിക്കും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനുള്ളത് ടാൻ പി മൈനസ് കോട്ട് ആർ ആണ്. ടാൻ പി മൈനസ് കോട്ട് ആർ വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ പി 5/12 ആണ്, മൈനസ് കോട്ട് ആറും 5/12 ആണ്. സോ 5/12 മൈനസ് 5/12 എന്ന് പറയുന്നത് 0 എന്ന് ലഭിച്ചു. ദാറ്റ് ഈസ് ടാൻ പി മൈനസ് കോട്ട് ആർ ഈക്വൽ 0. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നത് ഇഫ് സൈൻ എ ഈക്വൽസ് 3/4 കാൽക്കുലേറ്റ് കോസ് എ ആൻഡ് ടാൻ എ. ഇവിടെ സൈൻ എ 3/4 എന്ന് തന്നിട്ടുണ്ട്. സൈൻ എയുടെ ഫോർമുല എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഇവിടെ ഞാനൊരു ട്രയാങ്കിൾ എടുത്തിട്ടുണ്ട് ABC എന്ന്. സോ ഇതാണ് ആംഗിൾ എ എങ്കിൽ സൈൻ ഓഫ് എ അതായത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ് 3/4. അങ്ങനെയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് 3K എന്നും ഹൈപ്പോട്ടനസിന് 4K എന്നും പറയാം. സോ 3K/4K 3/4 എന്ന് ലഭിക്കും അല്ലേ? സോ അങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ശേഷം നമുക്ക് AB ഫൈൻഡ് ഔട്ട് ചെയ്യാം. യൂസിങ് പൈതഗോറസ് തിയറം AB ഈക്വൽസ് സ്ക്വയർ റൂട്ട് ഓഫ് 4K the whole square മൈനസ് 3K the whole square ആണ്. ഈക്വൽസ് ടു 16K square മൈനസ് 9K square എന്ന് ലഭിക്കും. ഈക്വൽസ് ടു സ്ക്വയർ റൂട്ട് ഓഫ് 7K square. ഇതിനെ നമുക്ക് K² K ആവും സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ. ഇത് √7 ആണ്. √7K എന്ന് ലഭിക്കും. ഇതാണ് ABയുടെ വാല്യൂ. സോ ഇത് √7K ആണ് AB. ഇനി നമുക്ക് കോസയും ടാനയും ഫൈൻഡ് ഔട്ട് ചെയ്യാം. നമുക്കറിയാം കോസയുടെ ഫോർമുല എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. കോസെ അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് √7K ആണ്, ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് 4K ആണ്. സോ കോസെ ഈക്വൽസ് √7K ഡിവൈഡഡ് ബൈ 4K വിച്ച് ഈസ് ഈക്വൽ ടു √7/4. K രണ്ടും ക്യാൻസലായി പോവും. സോ കോസ് √7/4 എന്ന് ലഭിച്ചു. ഇനി നമുക്ക് ടാൻ എ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ടാൻ ഓഫ് എ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ്. സോ അത് നമുക്ക് 3K ഡിവൈഡഡ് ബൈ √7K എന്ന് എഴുതാം. ദാറ്റ് ഈസ് 3/√7. സോ നമ്മൾ കോസയും ടാനയും ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4 ആണ്. ഗീവൺ 15 cot A ഈക്വൽസ് ടു 8 ഫൈൻഡ് സൈൻ എ ആൻഡ് CK. സോ ഇവിടെ നമുക്ക് 15 cot A ആണ് 8. അങ്ങനെയാണെങ്കിൽ cot A എന്ന് പറയുന്നത് 8 ഡിവൈഡഡ് ബൈ 15 ആകും. നമുക്കിവിടെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. ഇത് ആംഗിൾ ABC. ഇവിടെ cot A എന്ന് പറയുന്നത് 8/15 ആണ്. നമുക്കറിയാം അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡാണ് cot A എന്ന് പറയുന്നത്. സോ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇതിനെ നമ്മൾ 8K എന്നും ഇതിനെ 15K എന്നും ഡിനോട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് AC ഫൈൻഡ് ഔട്ട് ചെയ്യാം. AC ഫൈൻഡ് ഔട്ട് ചെയ്യാം പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം. AC എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 8K the whole square പ്ലസ് 15K the whole square ആണ്. That is 64K square plus 225K square 289K square എന്ന് ലഭിക്കും. 289 എന്ന് പറയുന്നത് 17ന്റെ സ്ക്വയർ ആണ്. സോ വി വിൽ ഗെറ്റ് ദിസ് as 17K. ഓൾവേസ് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും വരാനുള്ള ചാൻസസ് ഉണ്ടെങ്കിലും നമ്മൾ ലെങ്ത് ആയതുകൊണ്ട് പോസിറ്റീവ് കേസ് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇത് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇവിടെ നമുക്ക് AC എന്ന് പറയുന്നത് 17K എന്ന് ലഭിച്ചു.
അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് സൈൻ എയും സി കെയും ഫൈൻഡ് ഔട്ട് ചെയ്യാം. സൈൻ എ എന്ന് പറയുന്നത് സൈൻ ഓഫ് എ, ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ ഇറ്റ് ഈസ് 15k divided by 17k, which is equal to 15 by 17. ck is hypotenuse by adjacent side. 17k ആണ് hypotenuse എന്ന് പറയുന്നത്, adjacent side 8k ആണ്. So ck is equal to 17k divided by 8k, which is equal to 17 by 8. അങ്ങനെ നമ്മൾ ഇതിൻ്റെ സൈനയും സീക്കയും ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5. ഗിവൺ sec theta equals to 13 by 12, calculate all other trigonometric ratios. ഇവിടെ ഞാനൊരു ട്രയാങ്കിൾ എ ബി സി വരച്ചിട്ടുണ്ട്. ഇതാണ് ആംഗിൾ തീറ്റ എന്ന് പറയുന്നത്. ഇനി സീക്ക് ഓഫ് തീറ്റ, അതായത് ഹൈപ്പോട്ടന്യൂസ് ബി സി ബൈ അഡ്ജസൻറ്റ് സൈഡ് എ ബി എന്ന് പറയുന്നത് 13 by 12 ആണ്. ദാറ്റ് ഈസ് സീക്ക് തീറ്റ ഈസ് 13 by 12, which means we can write BC as 13k and AB as 12k. ഇനി നമുക്ക് AC ഫൈൻഡ് ഔട്ട് ചെയ്യാം. So using Pythagoras theorem, AC equals to square root of 13k the whole square minus 12k the whole square, which is equal to square root of 169k square minus 144k square equals to square root of 25k square, that is 5k. That is we got AC as 5k. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾ അതർ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് വി വിൽ ഫൈൻഡ് ഔട്ട് സൈൻ തീറ്റ. സൈൻ തീറ്റ ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ തീറ്റ ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ ആംഗിൾ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡ് 5kയും ഹൈപ്പോട്ടന്യൂസ് 13kയും ആണ്. സോ 5k by 13k and we will get 5 by 13 as sin theta. Next we will find out cos theta. Cos of theta is equal to adjacent side of angle theta divided by hypotenuse. ഇവിടെ ആംഗിൾ തീറ്റയുടെ adjacent side 12kയും hypotenuse 13kയും ആണ്. So which is equal to 12k by 13k. Finally we will get 12 by 13 as cos theta. Next tan theta equals to opposite side of angle theta divided by adjacent side of angle theta. That is 5k divided by 12k. That is 5 by 12. Next cosec theta is equal to 1 by sin theta. That is equal to 13 by 5. And next we have to find cot theta, which is equal to 1 by tan theta. Tan theta 5 by 12 ആണ്. So 1 by tan theta എന്ന് പറയുന്നത് 12 by 5 എന്ന് ലഭിച്ചു. That is we have find out sin theta, cos theta, tan theta, cosec theta and cot theta. സോ ഈ എക്സാമ്പിൾസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു, നമുക്ക് ഏതെങ്കിലും ഒരു ട്രിഗ്നോമെട്രിക് റേഷ്യോ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ഇനി 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് ആംഗിൾ എ ആൻഡ് ആംഗിൾ ബി ആർ അക്യൂട്ട് ആംഗിൾസ് such that cos A equal to cos B, then show that angle A equals angle B. ഞാനിവിടെ ഒരു ട്രയാങ്കിൾ എ ബി സി എടുത്തിട്ടുണ്ട്. ആംഗിൾ എയും ആംഗിൾ ബിയും അക്യൂട്ട് ആംഗിൾസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കോസ് ഓഫ് എ ഈക്വൽസ് ടു കോസ് ഓഫ് ബി എന്നും പറയുന്നുണ്ട്. ഇവിടെ ഞാൻ സിയിൽ നിന്നും പെർപെൻഡിക്കുലർ ലൈൻ എ ബിയിലോട്ട് വരച്ചിട്ടുണ്ട്. സോ ദിസ് വിൽ മേക്ക് 90 ഡിഗ്രി. സോ ഇവിടെ എനിക്ക് രണ്ട് ട്രയാങ്കിൾസ് ഫോം ചെയ്തു, ട്രയാങ്കിൾ എ ഡി സിയും ട്രയാങ്കിൾ ബി ഡി സിയും. ഇനി ഞാൻ ഇവിടെ കോസ് ഓഫ് എ എന്ന് പറയുന്നത് ഇതാണ് ആംഗിൾ എ. കോസ് ഓഫ് എ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ദാറ്റ് ഈസ് എ ഡി ഡിവൈഡഡ് ബൈ എ സി ആണ് കോസ് ഓഫ് എ എന്ന് പറയുന്നത്. അതുപോലെ കോസ് ഓഫ് ബി എന്ന് പറയുന്നത് ബി ഡി ഡിവൈഡഡ് ബൈ ബി സി ആണ്. കോസ് ഓഫ് എ ഈക്വൽസ് ടു കോസ് ഓഫ് ബി എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് എ ഡി ബൈ എ സി ഈക്വൽസ് ബി ഡി ബൈ ബി സി. ഇനി ഇതിനെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണ്. ദാറ്റ് ഈസ് എ ഡി ബൈ ബി ഡി ഈക്വൽസ് എ സി ബൈ ബി സി. ഞാൻ ഇതിനെ ഈക്വൽസ് ടു എ കോൺസ്റ്റൻറ്റ് കെ എന്ന് എഴുതുകയാണ്. അങ്ങനെയാണെങ്കിൽ
എ ഡി ഈക്വൽസ് ടു ബി ഡി ഇൻറ്റു കെ എന്നും എ സി ഈക്വൽസ് ടു ബി സി ഇൻറ്റു കെ എന്നും എഴുതാൻ സാധിക്കും അല്ലേ? ദറ്റ് ഈസ് എ ഡി ഈക്വൽസ് ടു കെ ബി ഡി ആൻഡ് എ സി ഈക്വൽസ് ടു കെ ബി സി. ഇനി ഞാൻ ഈ ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം ഒന്ന് അപ്ലൈ ചെയ്യുവാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഫസ്റ്റ് ട്രയാങ്കിളിൽ സി ഡി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ മൈനസ് എ ഡി സ്ക്വയർ. ഇവിടെ എ സി എന്ന് പറയുന്നത് കെ ബി സി ആണ്, അതുപോലെ എ ഡി എന്ന് പറയുന്നത് കെ ബി ഡി ആണ്. സോ അത് ഞാനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സോ എനിക്ക് കെ സ്ക്വയർ ബി സി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ബി ഡി സ്ക്വയർ എന്ന് ലഭിച്ചു. ഇതിൽ നിന്ന് ഞാൻ കെ സ്ക്വയർ പുറത്തെടുക്കുകയാണ്. ദാറ്റ് ഈസ് കെ സ്ക്വയർ ഇൻറ്റു ബി സി സ്ക്വയർ മൈനസ് ബി ഡി സ്ക്വയർ. ഇതാണ് ഫസ്റ്റ് ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ പൈതഗോറസ് തിയറമാണ്. ഇനി അടുത്ത ഈ ട്രയാങ്കിളിൻ്റെ പൈതഗോറസ് തിയറം ഒന്ന് എഴുതാം. അതും സി ഡി സ്ക്വയർ എന്ന് പറയുന്നത് ബി സി സ്ക്വയർ മൈനസ് ബി ഡി സ്ക്വയർ ആണ്. സോ ഇത് ഞാൻ ഇക്വേഷൻ 1 എന്ന് എഴുതി, ഇത് ഇക്വേഷൻ 2 എന്ന് എഴുതി. നെക്സ്റ്റ് വി വിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. ദാറ്റ് ഈസ് സി ഡി സ്ക്വയർ ഈക്വൽസ് ടു കെ സ്ക്വയർ ഇൻറ്റു ബി സി സ്ക്വയർ മൈനസ് ബി ഡി സ്ക്വയർ എന്ന് പറയുന്നത് സി ഡി സ്ക്വയർ ആണ്. സോ കെ സ്ക്വയർ ഇൻറ്റു സി ഡി സ്ക്വയർ. ദെർഫോർ കെ സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് നമുക്ക് ലഭിച്ചു. ഇവിടെ എനിക്ക് കെ സ്ക്വയർ 1 എന്ന് കിട്ടി, അതായത് കെയും 1 ആയിരിക്കും. സോ എ ഡി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ബി ഡി, അതായത് എ ഡി ഈക്വൽസ് ടു കെ ഇൻറ്റു ബി ഡിയിൽ കെ 1 ആയി കഴിഞ്ഞാൽ എ ഡി ഈക്വൽസ് ടു ബി ഡി എന്ന് ലഭിക്കും. ദാറ്റ് ഈസ് എ ഡി ഈക്വൽസ് ടു ബി ഡി. അതുപോലെ തന്നെ എ സി ഈസ് ഈക്വൽ ടു കെ ബി സി ആണ്. കെ 1 ആയതുകൊണ്ട് എ സി ഈസ് ഈക്വൽ ടു ബി സി. സോ ഇവിടെ ഈ ട്രയാങ്കിളിൽ എ സി എന്ന് പറയുന്നത് ബി സി ഈക്വൽ ആണ്. എ സി ബി സി ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. സോ ട്രയാങ്കിൾ എ ബി സി ഐസോസിലസ് ആണെങ്കിൽ ആംഗിൾ എ ഈക്വൽസ് ടു ആംഗിൾ ബി എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിക്കും. സോ എക്സസൈസ് 8.1-ലെ 6 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി 7th ക്വസ്റ്റ്യൻ ഓൺവേർഡ്സ് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യുന്നതാണ്.